നമ്മുടെ ഫിഷ് നിർമ്മാണം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നമ്മൾ നല്ല നാടൻ കുത്തരിച്ചോറ്, ചക്ക വേവിച്ചത്, നാടൻ ചക്ക വേവിച്ചത്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഫിഷ് നിർമ്മാണയും കൂട്ടി ഒരു പിടി പിടിക്കാൻ പോവുകയാണ്. ആ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കരിമീൻ വരഞ്ഞ് മസാല പിടിക്കാൻ വേണ്ടി വരഞ്ഞ് വെച്ചേക്കുന്ന കരിമീനാണ്. രണ്ട് കരിമീൻ, അതിനാവശ്യത്തിനായ പൊടി, ഒരു 3 ടീസ്പൂൺ പൊടി, മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ലേശം കുരുമുളക് പൊടി, പിന്നെ മീൻ ആവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ ഒരു നാരങ്ങയുടെ നീര്. നാരങ്ങ നീരും പിഴിഞ്ഞ് ഒരു നാരങ്ങയുടെ നീരും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ലേശം വെള്ളവും ഒഴിച്ച് ഇങ്ങനെ മറക്കാനായിട്ടുള്ള അരപ്പ് മസാല നമ്മൾ റെഡിയാക്കി വെക്കുക. മസാല നല്ല രീതിയിൽ നമ്മൾ കുഴച്ച് വെച്ചേക്കുവാണ്. ഇനി അതിനകത്തോട്ട് നമ്മൾ മീൻ എടുത്ത് വെക്കുന്നു. മീനിലേക്ക് നമ്മുടെ മസാല മൊത്തവും 2 സൈഡും ചേർത്ത് പിടിപ്പിച്ചു. ഇനി ഇതിനെ നമ്മൾ ഫ്രീസറിലല്ല ഫ്രിഡ്ജിലായിട്ട് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ നമ്മളിതിനെ ഒരു പാത്രം വെച്ച് മൂടിയിട്ട് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ നമ്മളിത് മസാല എല്ലാം പിടിക്കാനായിട്ട് വെക്കണം. ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ അതിനകത്തോട്ട് നമ്മൾ 2 കറിവേപ്പില അടിയിൽ വെച്ചിട്ട് അതിനകത്തോട്ട് എണ്ണ തിളച്ചതിനകത്തോട്ട് ചൂടെണ്ണയിലോട്ട് നമ്മൾ മീനായതാണ്ട് നമ്മുടെ കരിമീൻ 2 കരിമീൻ വറക്കാനായിട്ട് വെച്ചേക്കുകയാണ്. അപ്പം ഇത് കറക്റ്റ് ഒരു സൈഡ് ഒരു 5 മിനിറ്റോളം ഒന്ന് വറുത്തെടുത്തിട്ട് അപ്പുറത്തെ സൈഡ് മാറ്റി 5 മിനിറ്റ് വറുത്തെടുക്കുക. ഇതേപോലെ മുരിങ്ങി ഇനി അടുത്ത സൈഡും ഇതേപോലെ വരണം. ഒരു സൈഡ് കണ്ട നമ്മൾ നല്ലോണം 5 മിനിറ്റോളം ഇതാക്കിയിട്ട് ഒരു സൈഡ് നല്ലോണം പൊരിഞ്ഞ് വന്നിരിക്കുകയാണ്. പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും ഇതേപോലെ മുരിങ്ങി വരണം. നമ്മുടെ പകുതി പരിപാടി ഇവിടെ കഴിഞ്ഞു. 4 പച്ചമുളക് നടുവേ കീറിയത്, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, പിന്നെ തേങ്ങാക്കുത്ത്. ഇത്ര സാധനമാണ് നമ്മുടെ നിർമ്മാണയ്ക്ക് വേണ്ടുന്ന ഐറ്റംസ്. എണ്ണ നമ്മളൊരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ നമ്മൾ വെച്ച ചട്ടിക്കകത്ത് വാഴയില വെച്ചിട്ട് അതിനകത്തോട്ട് ഒഴിക്കുകയാണ്. എന്നിട്ട് അതിനകത്തോട്ട് മീൻ ഇറക്കി വെക്കും. നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി മീൻ അതിനകത്തോട്ട് നമ്മുടെ ഇതേപോലെ വാഴയിലകത്തോട്ട് നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ഇറക്കി വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ലോണം പൊള്ളി വന്നിട്ടുണ്ട് കരിമീൻ. ഇപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോവാണ്. നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലിട്ട് തേങ്ങാപ്പാൽ ചെറുതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ തേങ്ങാക്കൊത്ത് ഇടുക. വെളുത്തുള്ളി, ഇഞ്ചി, 2 ആവശ്യമാണ് ഇഞ്ചി, പച്ചമുളക് നമ്മളിങ്ങനെ കീറി ഇടുവാണ് എനിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ. ഇനി ലാസ്റ്റായിട്ട് ലേശം കുരുമുളക് പൊടി. ലേശം കുരുമുളക് പൊടി.
ഇനി ഇതിനകത്ത് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടി, ലേശം ഉപ്പ് നമ്മൾ അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ്, നിങ്ങളുടെ ആവശ്യത്തിനുള്ള രീതിയിലുള്ള ഉപ്പ് കൂടിയും കൂടി ഇടുക. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതാണ് നമ്മുടെ നാടൻ സ്റ്റൈല് ഷെഫ് പിള്ള സാറിൻ്റെ നിർവ്വാണ, ഹോം മെയ്ഡ് വീട്ടിലുണ്ടാക്കുന്ന നിർവ്വാണ റെഡി ആയിരിക്കുകയാണ്. ലാസ്റ്റ് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് സംഭവം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇച്ചിരി കറിവേപ്പില കറിവേപ്പിലുണ്ട് ഉപ്പ്. നമ്മുടെ ഫിഷ് നിർവ്വാണ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നമ്മൾ നല്ല നാടൻ കുത്തരിച്ചോറ്, ചക്ക വേവിച്ചത്, നാടൻ ചക്ക വേവിച്ചത്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഫിഷ് നിർവ്വാണയും കൂട്ടി ഒരു പിടി പിടിക്കാൻ പോവുകയാണ്. അപ്പം സംഭവം സൂപ്പറാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് പറയണം. എല്ലാവരും ഓൾറെഡി ട്രൈ ചെയ്തായിരിക്കും.